നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സ് പാർട്ട് 3. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. ലോക ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ഒക്ടോബർ 17. റഷ്യയിലെ സൈബീരിയൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി ഓണർ പ്രൊഫസർഷിപ്പ് 2021 ബഹുമതി നൽകി ആദരിച്ച മലയാളി സാബു തോമസ് MG യൂണിവേഴ്സിറ്റി. 2021 ഒക്ടോബർ പ്രസിദ്ധീകരിച്ച ബ്ലൂംബർഗ് ബില്ല്യ ഇൻഡെക്സിൽ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ഇലോൺ മസ്ക്. അന്താരാഷ്ട്ര ബാലികാ ദിനം ഒക്ടോബർ 11. 2021 തീം ഡിജിറ്റൽ തലമുറ നമ്മുടെ തലമുറ. ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10. 2021 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മക്മില്ലൻ. അസിമെട്രിക് ഓർഗനോ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചു. ലോക ദേശാടന പക്ഷി ദിനം ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. 2021 സമാധാന നൊബേൽ പുരസ്കാരം നേടിയവർ: മരിയ റെയ്സ് ഫിലിപ്പീൻസ്, ദിമിത്രി മുറഡോവ് റഷ്യ. ജപ്പാന്റെ 100ാമത് പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെട്ടത് ഫുമിയോ കിഷിഡ, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി LDP അംഗം. അമേരിക്കയുടെ ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരി ശ്രീ സയാനി. ലോക വയോജന ദിനം ഒക്ടോബർ 1. ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ 29. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. നാവിക വ്യായാമം ഓസിൻഡ് ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും സംയുക്ത വ്യായാമമാണ്. ഓസ്ട്രേലിയ. 2021 ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ ബഹുമതിയായ യിദാൻ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരി ഡോക്ടർ രുക്മിണി ബാനർജി. ഇന്ത്യ US സൈനിക അഭ്യാസമായ യുദ്ധ് അഭിയാൻ്റെ വേദി അലാസ്ക. ഗുജറാത്ത് നിയമസഭയിലെ ആദ്യ വനിതാ സ്പീക്കറായി ചുമതലയേറ്റത് നിമാബെൻ ആചാര്യ. കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്കായി നോർക്ക നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി പ്രവാസി ഭദ്രത മൈക്രോ പദ്ധതി. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ മികച്ച സുസ്ഥിര നഗര ഗതാഗത സംവിധാനത്തിനുള്ള സിറ്റ് വിത്ത് ദ മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം അവാർഡ് ലഭിച്ച സംസ്ഥാനം കേരളം. ദ ഫ്രാച്ച്വേർഡ് ഹിമാലയ ഇന്ത്യ ടിബറ്റ് ചൈന 1949 to 1962 എന്ന കൃതി ആരുടേത്? നിരുപമ റാവു. ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ 100 കോടി പിന്നിട്ടതെന്ന് ഒക്ടോബർ 21, 2021. ഇന്ത്യയിലെ ബുദ്ധ തീർത്ഥ പാതകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചത് ഉത്തർപ്രദേശ്. ശിശു സംരക്ഷണ മന്ദിരങ്ങളിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെയും കുടുംബാംഗങ്ങളുടെയും പിറന്നാൾ ആഘോഷിക്കുന്നത് നിർത്തലാക്കിയ സംസ്ഥാനം കർണാടക. ദേശീയ ഫിലാറ്റലി ദിനം ഒക്ടോബർ 13. 2021 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 90, 199 രാജ്യങ്ങളിൽ വച്ച്. ഇന്ത്യയുടെ സഹായത്തോടെ വികസിപ്പിക്കുന്ന ഇറാനിലെ തുറമുഖം ചബഹാർ. ഇന്ത്യൻ വ്യോമസേനയുടെ സാങ്കേതിക സഹായത്തോടെ കേരളത്തിൽ ടൂറിസം വകുപ്പ് മ്യൂസിയം നിർമ്മിച്ചതെവിടെ? ആക്കുളം. അജയ വാരിയർ സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യ UK. ദേശീയ വ്യോമസേനാ ദിനം ഒക്ടോബർ 8. രാജ്യത്തെ ഏറ്റവും വലിയ കടൽ പാലം സെവി നവശേവ സീലിങ്ക് പാലം നിലവിൽ വന്നത് നവി മുംബൈ. ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10. രാജ്യത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ കോർഡിലിയ. പശ്ചിമ ബംഗാൾ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണ് മമതാ ബാനർജി വിജയിച്ചത്? ഭവാനിപ്പൂർ. മനുവർണ
ഏത് കാർഷിക വിളയുടെ ഇനമാണ്? നെല്ല്. പഞ്ചാബിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായത് ബൻവാരിലാൽ പുരോഹിത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടുന്ന 6ാമത്തെ മലയാളി ഡോക്ടർ എം ലീലാവതി. കാറ്റ്ലി മത്സ്യത്തെ ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചു? സിക്കിം. എൽഡർ ലൈൻ നമ്പർ 14567. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച GST ഏകീകരണ സമിതിയുടെ അധ്യക്ഷൻ ബാസവരാജ് ബൊമ്മ. പെഗാസസ് അന്വേഷണത്തിന് നിയമിച്ച സാങ്കേതിക വിദഗ്ധ സമിതി മേൽനോട്ട ചുമതല വഹിക്കുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി RV രവീന്ദ്രൻ. പെഗാസസ് അന്വേഷണ സമിതിയിലെ സാങ്കേതിക വിഭാഗത്തിൽ ഉൾപ്പെട്ട മലയാളി ഡോക്ടർ പ്രഭാകരൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്യൂഗോങ് സംരക്ഷണ റിസർവ് ഏത് സംസ്ഥാനത്താണ് നിലവിൽ വരുന്നത്? തമിഴ്നാടു. ഡ്യൂഗോങ് പൊതുവെ അറിയപ്പെടുന്നത് കടൽ പശുക്കൾ. JCB സാഹിത്യ പുരസ്കാരത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട നോവലായ ആൻറ്റി ക്ലോക്കിൻ്റെ പരിഭാഷ തയ്യാറാക്കിയതാര്? VJ ജെയിംസ്. 2022 ഓസ്കാർ പുരസ്കാരത്തിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക എൻട്രി ലഭിച്ച സിനിമ കൂഴങ്കൽ, തമിഴ് ചിത്രം. 94ാമത് ഓസ്കാർ അവാർഡിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സിനിമയെ തിരഞ്ഞെടുക്കാനുള്ള ജൂറിയുടെ ചെയർമാൻ ഷാജി N കരുൺ. ഖാദി തുണിയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയ പതാക ഈയടുത്ത് സ്ഥാപിച്ചതെവിടെ? ലഡാക്ക്. നമാമി ഗംഗ പദ്ധതിയുടെ ഔദ്യോഗിക ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട കോമിക് കഥാപാത്രം ചാച്ചാ ചൗധരി. ഉത്തർപ്രദേശിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം കുശിനഗർ. ഉത്തർപ്രദേശിലെ 3ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ ഇത് ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി. ഉത്തർപ്രദേശിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ: ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്നൗ, ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻ്റർനാഷണൽ എയർപോർട്ട് വാരണാസി, കുശിനഗർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ കങ്കണ റണോത്ത്. ജമ്മു കാശ്മീരിൽ ഭീകരരും ആയുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ H വൈശാഖ്. ജമ്മു കാശ്മീർ പൂഞ്ച് ജില്ലയിൽ സുരാൻകോട്ടിൽ നടന്ന ഭീകരാക്രമണത്തിൽ വച്ച്. ദേശീയ കമ്പനി നിയമ അപ്പലേറ്റ് ട്രൈബ്യൂണൽ അധ്യക്ഷൻ അശോക് ഭൂഷൺ. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ വെബ് പോർട്ടൽ ശ്രമം. രാജ്യത്ത് ആദ്യമായി ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ബഹിരാകാശത്ത് ഓർബിറ്റൽ റീഫ് എന്ന പേരിൽ ബിസിനസ് പാർക്ക് സ്ഥാപിച്ചത് ജെഫ് ബെസോസ്. ഇന്ത്യ S-400 മിസൈലുകൾ വാങ്ങുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? റഷ്യ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്ന ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വരുന്നത് ഇടുക്കി, വയനാട്. നിലവിൽ പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗ്, തമിഴ്നാട്ടിലെ നീലഗിരി എന്നിവിടങ്ങളിൽ ഈ സംവിധാനം ഉണ്ട്. ലോകത്തെ ഏറ്റവും പ്രായമേറിയ ബഹിരാകാശ യാത്രികൻ എന്ന റെക്കോർഡ് നേടിയത് വില്യം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ അഭിനേതാവ് യൂലിയ പെരേസിഡ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളെക്കുറിച്ച് ജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള മൊബൈൽ ആപ്പ് PW4U. ബഹിരാകാശത്ത് ആദ്യമായി ചലച്ചിത്രം നിർമ്മിക്കുന്ന രാജ്യം റഷ്യ. കേരളത്തിൽ ആദ്യമായി കൃത്രിമ ഹൃദയം വച്ച് പിടിപ്പിച്ച ശസ്ത്രക്രിയ നടത്തിയത് ലേക്ക് ഷോർ ആശുപത്രി, കൊച്ചി. 2021 പേയ്മെൻറ്റ് സർവീസ് ആരംഭിച്ച പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വാട്സപ്പ്. 2021 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയവർ: ഷുക്രോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ, ജോർജിയോ പരീസി. ഷുക്രോ മനാബെ, ക്ലൗസ് ഹാസൽമാൻ കാലാവസ്ഥാ പഠനങ്ങൾ, ജോർജിയോ പരീസി സങ്കീർണമായ മൈക്രോസ്കോപ്പിക് സംവിധാനങ്ങൾ. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് ഡേവിഡ് ജൂലിയസ് ആർഡെയിം പാറ്റപുഷ്യൻ.
രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ സാങ്കേതിക വിദ്യാ പരിശീലനം നൽകാൻ ഉദ്ദേശിച്ച് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടൽ ഡിജി സക്ഷം. 2021 ലോക ബഹിരാകാശ വാര സന്ദേശം. ബഹിരാകാശത്ത് വനിതകൾ. ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെ. റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികൾ. MLAമാർക്ക് ഓൺലൈനായി അറിയിക്കാനുള്ള സംവിധാനം റവന്യൂ ഡാഷ്ബോർഡ്. പെട്രോ കെമിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് അമ്പലമുകൾ. IAF വിമാനങ്ങളുടെ അടിയന്തര ലാൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാതയായി മാറിയത് NH 925. രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രി. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രി 2021 സെപ്റ്റംബർ 9 രാജസ്ഥാനിലെ ബാർമറിൽ ഗന്ധവ് ഫാഗസർ സെക്ഷനിൽ ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് പഠനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഏജൻസി പ്രഗതി ലാബ്സ് ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഹൈദരാബാദ്. ദക്ഷിണ നാവികസേന കമാൻഡ് സംഘടിപ്പിക്കുന്ന ഓഷോർ കപ്പൽ ഓട്ട മത്സരം എവിടെയാണ്? കൊച്ചി മുതൽ ഗോവ വരെ. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം ആസാദി കാ അമൃത് മഹോത്സവിൻ്റെ ഭാഗമായി 700 കിലോമീറ്റർ. ഇന്ത്യയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 6 മുതൽ 12 ക്ലാസുകളിൽ പഠിക്കുന്ന 1 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആമസോൺ ഇന്ത്യ ആരംഭിച്ച ആഗോള കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസ പദ്ധതി ആമസോൺ ഫ്യൂച്ചർ എഞ്ചിനീയർ. ദീർഘദൂര മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമായ സ്മർജ് ഇന്ത്യക്ക് നൽകിയ രാജ്യം റഷ്യ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശേഷിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പരമ്പരാഗത റോക്കറ്റ് സംവിധാനം സ്മർജ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ പിനാക. 2021 ഒക്ടോബറിൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ അനുമതി ലഭിച്ച ഹരിത ഇന്ധനം എഥനോൾ. അൽഷിമേഴ്സ് മുക്ത സമൂഹം എന്ന ലക്ഷ്യത്തോടെ കൊച്ചിയിൽ നടക്കുന്ന ത്രിദിന രാജ്യാന്തര സമ്മേളനം ഉത്ബോധ് എറണാകുളം ജില്ലാ ഭരണകൂടം, കൊച്ചി നഗരസഭ, മാജിക്സ് എന്നീ സന്നദ്ധ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിക്കുന്നു. 100% ആദ്യ ഡോസ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി ഗ്രാമം നൂൽപ്പുഴ. നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററിയുടെ പുതിയ MDയും CEOയും ആയി നിയമിതനായത് പത്മജ ചുന്ദുരു. 2021 ഒക്ടോബർ മാസം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസം മിത്രശക്തി 21. 2021 ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ അവാർഡ് നേടിയത് രൺദീപ് ഗുലേറിയ. റിസോൾഡ് യുണൈറ്റഡ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ് എന്ന ആത്മകഥ ആരുടേത്? ബാൻ കി മൂൺ. 2021 നവംബറിൽ ഞണ്ടുകളുടെ സംരക്ഷണം പരിഗണിച്ച് അടച്ചിട്ട ഓസ്ട്രേലിയയിലെ ദ്വീപ് ക്രിസ്മസ് ദ്വീപുകൾ. ലോക ടെലിവിഷൻ ദിനം നവംബർ 21. 2021 ബൈക്ക് റേസിംഗിൽ നിന്നും വിരമിച്ച ഇതിഹാസ താരം വാലന്റിനോ റോസി. ഡോക്ടർ എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന റേസിംഗ് താരം വാലന്റിനോ റോസി. രാജ്യാന്തര വിദ്യാർത്ഥി ദിനം നവംബർ 17. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയെ മോചിപ്പിച്ച ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് 2021 അന്തരിച്ചു. ആരാണ് അദ്ദേഹം? FWD ക്ലാർക്ക്. അഭിമാനം മുൻവിധി പാണ്ഡിത്യം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ. യുനെസ്കോയുടെ സർഗാത്മക നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ശ്രീനഗർ. കരകൗശല മേഖല. ബഹിരാകാശത്ത് നടന്ന ആദ്യ ചൈനീസ് വനിത വാങ് യാപ്പിങ്. ലോക പ്രമേഹ ദിനം നവംബർ 14. 2021 ബുക്കർ പ്രൈസ് നേടിയത് ഡമൻ ഗാൽഗട്ട്. 2021 ബുക്കർ പ്രൈസ് നേടിയ പുസ്തകം ദ പ്രോമിസ്.
400 പ്രതിരോധ മിസൈൽ ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്ന്. സൺറൈസ് ഓവർ അയോധ്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സൽമാൻ ഖുർഷിദ്. ഇന്ത്യയും അമേരിക്കയുമായി ഒപ്പുവെച്ച തന്ത്രപ്രധാന കരാർ അടിസ്ഥാന കൈമാറ്റവും സഹകരണ ഉടമ്പടി. 2021 മുഖ് അലി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കിരീടം നേടിയത് തമിഴ്നാടു. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് സൗരവ് ഗാംഗുലി. ഇന്ത്യൻ സീനിയർ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡ്. ഖേൽ രത്ന നേടുന്ന 3ാമത് മലയാളി താരം PR ശ്രീജേഷ്. മുൻപ് നേടിയവർ KM ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്. 2021 അന്തരിച്ച സയ്യിദ് അലി സിബ് നബി ഏത് കായിക ഇനത്തിൽ പ്രശസ്തനായിരുന്നു? ഹോക്കി. ആജീവനാനന്ത കായിക മികവിനുള്ള ധ്യാൻചന്ദ് പുരസ്കാരം 2021 നേടിയത് KC ലേഖ. 12 കായിക താരങ്ങൾക്ക് പുരസ്കാരം ലഭിച്ചു. 2026 T20 ലോകകപ്പ് വേദി ഓസ്ട്രേലിയ. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചെയർമാൻ ആയി ചുമതലയേൽക്കുന്നത് VVS ലക്ഷ്മണൻ. 2021 T20 ക്രിക്കറ്റിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ. ഫൈനലിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചു. 2021 OV വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് TD രാമകൃഷ്ണൻ. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന മൊബൈൽ ആപ്പ് സ്മാർട്ട് ഗാർബേജ് ആപ്പ്. ഉത്തരവാദിത്വ ടൂറിസം ക്ലാസിഫിക്കേഷൻ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. സർക്കാർ വകുപ്പുകളിലെ മലയാളത്തിലുള്ള ഫയലുകളിൽ ഉപയോഗിക്കാൻ IT വകുപ്പ് നിർദ്ദേശിച്ച ഫോണ്ട് മീര. വ്യത്യസ്ത മേഖലകളിൽ മികവ് കാണിക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യം 2021 നേടിയത് S ജയലക്ഷ്മി. കേരള ലളിതകലാ അക്കാദമിയുടെ 2019-20 സംസ്ഥാന കാർട്ടൂൺ പുരസ്കാരം നേടിയത് ദിൻരാജ്. കേരള സമ്പദ് വ്യവസ്ഥയും സഹകരണ മേഖലയും സാർത്ഥകമായ 5 സഹകരണ വർഷങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കടകംപള്ളി സുരേന്ദ്രൻ. നിയമസഭാംഗമായി 50 വർഷം പൂർത്തിയാക്കിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിതം പറയുന്ന പുസ്തകം ഇതിഹാസം. കേരള ഫീഡ്സ് ലിമിറ്റഡ് ആയി ചേർന്ന് KSRTC ആരംഭിക്കുന്ന കാലിത്തീറ്റ സംരംഭം ഫീഡ് ഓൺ വീൽസ്. തമിഴ്നാട്ടിലെ കുനുരിൽ സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശിയായ മലയാളി സൈനികൻ പ്രദീപ്. വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത Mi-7V5 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന സാഹിത്യ അക്കാദമി ചെയർമാൻ വൈശാഖൻ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് P വത്സല. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം. സമ്മാനത്തുക 5 ലക്ഷം. 2020 നേടിയത് സക്കറിയ. 2019 നേടിയത് P സച്ചിദാനന്ദൻ. തൂലികനാമം ആനന്ദ്. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ബാലകേരളം. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ കാമോവ്. ബഹിരാകാശത്ത് നടന്ന ആദ്യ ചൈനീസ് വനിത വാങ് യാപ്പിങ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ പോർട്ട് ഹോട്ടൽ നിലവിൽ വന്നത് മുംബൈ സെൻട്രൽ. 2021 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത് പ്രഥം. സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനായി രാജ്യത്തിന് അകത്തും പുറത്തും പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന പ്രഥം. സ്വാതന്ത്ര്യസമര സേനാനിയും ആദിവാസി നേതാവുമായ ബിർസ മുണ്ടയുടെ ജന്മവാർഷിക വേളയിൽ സ്മാരകം നിലവിൽ വരുന്നത് റാഞ്ചി. 2019 ചാൻസലേഴ്സ് അവാർഡ് നേടിയ യൂണിവേഴ്സിറ്റികൾ: കുസാറ്റ്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന ശലഭം കൈസ ഹിന്ദ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള JCB സാഹിത്യ പുരസ്കാരം 2021 നേടിയത് M മുകുന്ദൻ. സമ്മാനത്തുക 25 ലക്ഷം. JCB പുരസ്കാരം നേടിയ കൃതി
ഡൽഹി ഗാഥകൾ. പരിഭാഷ ഡൽഹി എ സലിലക. പരിഭാഷപ്പെടുത്തിയവർ EV ഫാത്തിമ, K നന്ദകുമാർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം ഏർപ്പെടുത്തുന്ന പദ്ധതി മികവ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റ മലയാളി R ഹരികുമാർ. 2021 പത്മശ്രീ നേടിയവർ 102 പേർ. 2021 പത്മവിഭൂഷൺ നേടിയവർ 7. 2021 പത്മഭൂഷൺ നേടിയവർ 10. ഇന്ത്യയുടെ 72ാം ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് മിത്രഭ ഗുഹ. രാജ്യസഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയി നിയമിതനായത് PC മോദി. പത്മശ്രീ അവാർഡ് നേടുന്ന ആദ്യ വനിതാ ഇന്ത്യൻ ഫുട്ബോളർ ഒയ്നാം ബെമ്പം ദേവി. ഷട്ടിലേഴ്സ് ഫ്ലിക്ക് എവരി മാച്ച് കൗണ്ട് എന്ന ആത്മകഥ ആരുടേത്? പുല ഗോപിചന്ദ്. പബ്ലിക് അഫയേഴ്സ് സെൻറ്ററിൻ്റെ രാജ്യത്തെ ഏറ്റവും മികച്ച രീതിയിൽ ഭരിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ 2021 രണ്ടാമതെത്തിയ സംസ്ഥാനം തമിഴ്നാട്. മൂന്നാമതെത്തിയത് ആന്ധ്രാപ്രദേശ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒന്നാമതെത്തിയത് പുതുച്ചേരി. ഖേൽ രത്ന നേടുന്ന മൂന്നാമത് മലയാളി താരം PR ശ്രീജേഷ്. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം 2021 നേടിയത് P രാധാകൃഷ്ണൻ നായർ. ടോക്കിയോ ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ടീം മുഖ്യ പരിശീലകൻ. ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരം 2021 നേടിയത് TP ഔസേപ്പ്. വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിതമായ ഏത് ഹെലികോപ്റ്റർ ആണ് അപകടത്തിൽപ്പെട്ടത്? MT-17B5. തമിഴ്നാട്ടിലെ കുനൂരിൽ സൈനിക ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച തൃശൂർ സ്വദേശിയായ മലയാളി സൈനികൻ പ്രദീപ്. 2021 നാസയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ വംശജൻ അനിൽ മേനോൻ. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിൻ്റെയും 12 സൈനിക ഉദ്യോഗസ്ഥരുടെയും മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം നടന്നത് തമിഴ്നാട്ടിലെ കുനൂരിൽ. എല്ലാ റവന്യൂ ഓഫീസുകളിലും ഈ ഓഫീസ് പ്രോജക്റ്റ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. 2021 ഡിസംബറിൽ അന്തരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സൈക്കാട്രിക് ഡോക്ടർ ശാരദ മേനോൻ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ബാല്യം പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല മലപ്പുറം. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായുള്ള അനർട്ട് പദ്ധതി സൗര തേജസ്. കൊറോണ വൈറസിൻ്റെ വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 30. ക്ഷീരവികസന വകുപ്പിൻ്റെ സഹായ പദ്ധതികൾക്കായുള്ള ഓൺലൈൻ പോർട്ടൽ ക്ഷീരശ്രീ. വ്യക്തികളുടെ ഫോട്ടോകളും വീഡിയോകളും സമ്മതമില്ലാതെ ഷെയർ ചെയ്യുന്നതിനെതിരെ സ്വകാര്യ നയം പാസാക്കിയ സമൂഹ മാധ്യമം ട്വിറ്റർ. ശബ്ദത്തേക്കാൾ 9 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ ക്രൂയിഡ് മിസൈൽ പരീക്ഷിച്ച രാജ്യം റഷ്യ. കേരള പോലീസിൻ്റെ സിറ്റിസൺ പോർട്ടൽ തുണ. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. പ്രോജക്റ്റ് 75ൻ്റെ ഭാഗമായി കാൽവരി ശ്രേണിയിൽ നിർമ്മിച്ച് രാജ്യത്തിന് സമർപ്പിച്ച 4ാമത്തെ മുങ്ങിക്കപ്പൽ INS വേല. അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധക്കപ്പൽ INS വിശാഖപട്ടണം. കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ ആദ്യ മലയാളി രാജൻ ജോസഫ് മാഞ്ഞൂരാൻ. ഇന്ത്യയിൽ ആദ്യ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെ, മഹാരാഷ്ട്ര. ഇന്ത്യയിൽ 2ാമത്തെ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തത് ഉദയ്പൂർ, രാജസ്ഥാൻ. ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസ്. ഇന്ത്യ, റഷ്യ സംയുക്തമായി നിർമ്മിച്ചത്. അടൽ റാങ്കിംഗ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഇന്നോവേഷൻ അച്ചീവ്മെൻറ്റിൽ 1ാം സ്ഥാനത്തെത്തിയത് IIT മദ്രാസ്. 3ാം സ്ഥാനം MG യൂണിവേഴ്സിറ്റി, കോട്ടയം. സർക്കാരിൻ്റെ പുതിയ ഓൺലൈൻ വ്യാപാര ശൃംഖല ഓപ്പൺ യൂട്ടിലിറ്റി നെറ്റ്വർക്ക്. സൂക്ഷ്മ ഗാർഹിക യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ വ്യാപാര ശൃംഖല
ഓപ്പൺ യൂട്ടിലിറ്റി നെറ്റ്വർക്ക്. ആദ്യം നടപ്പിലാക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം, എറണാകുളം. വിതരണ ചുമതല കുടുംബശ്രീ. പൂർണ്ണമായി ഇന്ത്യയിൽ വികസിപ്പിച്ച മൂന്നാമത്തെ വാക്സിൻ കോർബെവാക്സ്. ഇന്ത്യയിൽ അംഗീകരിച്ച 8 വാക്സിനുകൾ: കോവിഷീൽഡ്, കോവാക്സിൻ, സൈക്കോവ് ഡി, ജാൻസൺ, കോർബെവാക്സ്, കോവോവാക്സ്, സ്പുട്നിക് 5, മൊഡേണ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഡിജിറ്റൽ സർവകലാശാലയും സംയുക്തമായി നടപ്പിലാക്കുന്ന കോളേജുകൾക്കായുള്ള കേന്ദ്രീകൃത സൗജന്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡിഗികോൾ. കടലിലും കായലിലും മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള ആദ്യ ഹൈഡ്രോഗ്രാഫിക് സർവേക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച ജില്ല ആലപ്പുഴ. 2021 യുനെസ്കോയുടെ ആഗോള പഠന നഗര ശൃംഖലയിലേക്ക് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്ത കേരളത്തിലെ നഗരങ്ങൾ തൃശ്ശൂർ, നിലമ്പൂർ. സംസ്ഥാനത്ത് പ്രാദേശിക ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി കില സംഘടിപ്പിച്ച ഓൺലൈൻ ചർച്ചാവേദി തദ്ദേശകം. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ബാലകേരളം. ഹെക്ടറിന് 2000 രൂപ നിരക്കിൽ റോയൽറ്റി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന ഉപകമ്പനി K-Swift. RBI പുറത്തുവിട്ട റിപ്പോർട്ട് 2020-21 പ്രകാരം രാജ്യത്തെ ഗ്രാമീണ തൊഴിൽ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത് കേരളം. 2021 മിസ് കേരളയായി തിരഞ്ഞെടുത്തത് ഗോപിക സുരേഷ്, കണ്ണൂർ. പെറ്റമ്മയും പോറ്റമ്മയും എന്ന കവിത രചിച്ചത് പ്രഭാവർമ്മ. 51ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പുരസ്കാരം നേടിയ അട്ടപ്പാടിയിലെ ഗോത്ര കലാകാരി നഞ്ചിയമ്മ. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആധാറുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. മയക്കുമരുന്ന് കടത്ത്, മണൽക്കടത്ത്, കള്ളക്കടത്ത് സംഘം ചേർന്നുള്ള ആക്രമണങ്ങൾ എന്നിവ തടയുന്നതിനായി കേരള പോലീസ് പദ്ധതി ഓപ്പറേഷൻ കാവൽ. ഈ പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് അനിൽ കാന്ത്, സംസ്ഥാന പോലീസ് മേധാവി. കാർഷികേതര കാർഷിക മേഖലകളിൽ ഗ്രാമീണ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനത്തിൽ രാജ്യത്ത് മുന്നിലുള്ള സംസ്ഥാനം കേരളം. സ്ത്രീധനത്തിനും സ്ത്രീ പീഡനത്തിനും എതിരെ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി സ്ത്രീപക്ഷ നവകേരളം. സ്ത്രീപക്ഷ നവകേരളം ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർ നിമിഷ സജയൻ. പ്രഥമ KM ബഷീർ മാധ്യമ പുരസ്കാരം നേടിയത് അനു എബ്രഹാം. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. മണ്ണുത്തി വെറ്റിനറി സർവകലാശാല വികസിപ്പിച്ച സങ്കര ഇനം കോഴി ത്രിവേണി. ജനിതക മേന്മയുള്ള എൻ സ്ട്രൈൻ വൈറ്റ് ലെഗോൺ കോഴിയുടെയും കേരളത്തിലെ തലശ്ശേരി കോഴിയുടെയും റോഡ് ഐലൻഡ് റെഡ് എന്ന വിദേശ ജനസിൻ്റെയും സങ്കര ഇനമായ കോഴി ത്രിവേണി. കേരളത്തിലെ ഏത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ലിംഗഭേദമില്ലാതെ അല്ലെങ്കിൽ ലിംഗ നിഷ്പക്ഷത യൂണിഫോം സ്വീകരിച്ചത്? GGHSS ബാലുശ്ശേരി, കോഴിക്കോട്. കേരളത്തിലെ ആദ്യ മ്യൂസിക്കൽ സ്റ്റെയർ നിർമ്മിച്ചത് ട്രൈഅക്സിയ ഇൻഫോടെക് സ്റ്റാർട്ടപ്പ്. കേരളത്തിലെ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സമിതി MA ഖാദർ കമ്മിറ്റി. KRL സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ലകൾ ഏതാണ്? ആലപ്പുഴ, വയനാട്, ഇടുക്കി. 2021 മലയാറ്റൂർ അവാർഡ് നേടിയത് സജിൻ ശ്രീധർ, നോവൽ വാസവദത്ത. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിന് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ്റെ ആത്മകഥ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്നു. കേരള പോലീസിന് വേണ്ടി ഹെലികോപ്റ്റർ സർവീസ് നടത്താനുള്ള കരാർ ലഭിച്ചത് ചിപ്സൺ ഏവിയേഷൻ, ഡൽഹി. 2021 ഡിസംബറിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് പ്രകാരം സമതല മേഖലയിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ ജില്ല കോട്ടയം, 35.6 ഡിഗ്രി സെൽഷ്യസ്.
2021 വയലോപ്പള്ളി കവിതാ പുരസ്കാര ജേതാവ് ശ്രീജിത്ത് അരിയല്ലൂർ. കവിതാ സമാഹാരം സീറോ ബൾബ്. സുഗതകുമാരിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് 2021 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത പദ്ധതി സുഗത സ്മൃതി. റേഷൻ കാർഡിൽ ആധാർ നമ്പർ ചേർക്കുന്നതിനും കാർഡിലെ തെറ്റുകൾ തിരുത്തുന്നതിനും സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി തെളിമ. പരിസ്ഥിതി പ്രവർത്തകയും കവയിത്രിയുമായ സുഗതകുമാരി ടീച്ചർക്ക് പിതാവ് ബോധേശ്വരൻ്റെ ജന്മനാടായ നെയ്യാറ്റിൻകരയിൽ ഒരുങ്ങുന്ന സ്മാരകം സുഗത സ്മൃതി. സംസ്കൃതി അരങ്ങും തണലിടവും. ബാലവേല കണ്ടാൽ അക്കാര്യം അധികൃതരെ അറിയിക്കുന്നവർക്ക് പാരിതോഷികമായി 2500 രൂപ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളം. MK സാനുവിൻ്റെ ആദ്യ നോവൽ കുന്തി ദേവി. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക വികസനത്തിന് സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതി കതിർ. 2021 നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തീരദേശത്തെ അർദ്ധ സർക്കാർ സ്ഥാപനത്തിനുള്ള ദേശീയ അംഗീകാരം ലഭിച്ചത് മത്സ്യഫെഡ് കേരളം. 12 മുതൽ 16 വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടി കേരള ബാങ്ക് ആരംഭിച്ച നിക്ഷേപ പദ്ധതി വിദ്യാനിധി. കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യവിഷബാധയും ജലജന്യ രോഗങ്ങളും തടയാൻ ആരംഭിക്കുന്ന പദ്ധതി ഓപ്പറേഷൻ വിബ്രിയോ. വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകി വരുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യം. ശബ്ദ മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് RTO സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ ഡെസിബൽ. സായുധ സേന പതാക ദിനം ഡിസംബർ 7. 2021 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഫാമോദർ മൊസോക്ക. കൊങ്കണി ഗോവ. പ്രധാന നോവലുകൾ സുധ്, കാർമലിൻ, സുനാമി, സിമോൺ. അമേരിക്കൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ പ്രഥമ സൈപ്രിയൻ ഫോയ്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ നിഖിൽ ശ്രീവാസ്തവ. 2020 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് നീൽമണി ഫൂക്കൻ, അസമീസ്. പ്രശസ്ത കവിത കൊബിത. മറൈൻ ഫിഷിംഗ് വെസലുകളെ നയിക്കുന്നതിനുള്ള ക്യാപ്റ്റൻസി നേടുന്ന രാജ്യത്തെ ആദ്യ വനിത ഹരിത. അംബേദ്കർ സ്മൃതി ദിനം അഥവാ മഹാപരിനിർവാൺ ദിനം ഡിസംബർ 6. 2022 ഇന്ത്യയിൽ നിന്ന് ഗോൾഡൻ ഗോൾഡ് അവാർഡിനായി തിരഞ്ഞെടുത്ത ചിത്രം ജയ് ഭീം. ഇന്ത്യൻ നാവികസേനാ ദിനം ഡിസംബർ 4. ഭിന്നശേഷി ദിനം ഡിസംബർ 3. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാന തുകയുള്ള ബാലസാഹിത്യ പുരസ്കാരമായ പരാഗ് ബിഗ് ലിറ്റിൽ ബുക്ക് പ്രൈസ് 2021 ലഭിച്ച മലയാളി പ്രൊഫസർ S. ശിവദാസൻ. ഇന്ത്യയിൽ ആദ്യമായി യൂണിക് തണ്ടർപേർ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് മ്യൂസിയം സ്ഥാപിതമായത് തഞ്ചാവൂർ, തമിഴ്നാട്. 2021 രാമാനുജൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിത നീന ഗുപ്ത. 2021 വിശ്വസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി ഫർനാസ് സന്ധു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ സഞ്ജീവ് കുമാർ പട്ജോഷി. സ്ത്രീകളുടെ വിവാഹപ്രായം 18 വയസ്സിൽ നിന്നും എത്ര വയസ്സായി ഉയർത്താനുള്ള നിർദ്ദേശത്തിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 21. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് വീരാംഗന റാണി ലക്ഷ്മിഭായ് സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ മുഗൾ സാരായ് സ്റ്റേഷൻ്റെ പുതിയ പേര് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ. 2021 സാമൂഹ്യ നീതിക്കുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് ഡോക്ടർ അനിൽ പ്രകാശ്. ജോലി സമയം ആഴ്ചയിൽ 4 ദിവസമാക്കുന്ന ആദ്യ രാജ്യം UAE. ലോക മണ്ണ് ദിനം ഡിസംബർ 5. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആകുന്ന ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ വംശജ
ഗീത ഗോപിനാഥ്. IMF ചീഫ് എക്കണോമിസ്റ്റ് ആയ ആദ്യ വനിത ഗീത ഗോപിനാഥ്. 2021 ഡിസംബർ 2 സുവർണ ജൂബിലി ആഘോഷിച്ച ഗൾഫ് രാജ്യം UAE. വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമിതയായ വനിതാ ചെയർപേഴ്സൺ സൂസൻ അർണോൾഡ്. 2022 UN കാലാവസ്ഥ ഉച്ചകോടി COP27 വേദി ഷാദ് അൽ ഷെയ്ഖ്, ഈജിപ്റ്റ്. ആഗോളതലത്തിൽ പശ്ചാത്തല വികസന പദ്ധതികളിൽ നിക്ഷേപം നടത്താനായി ഗ്ലോബൽ ഗേറ്റ്വേ എന്ന പേരിൽ $34,000 കോടി പദ്ധതി ആവിഷ്കരിച്ചത് യൂറോപ്യൻ യൂണിയൻ. 2021 UN കാലാവസ്ഥ ഉച്ചകോടി COP26 വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. ബംഗ്ലാദേശിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മേയർ നസ്രുൽ ഇസ്ലാം റീതു. 2021 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ജവാദ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം സൗദി അറേബ്യ. കരീബിയൻ രാജ്യമായ വടക്കേ അമേരിക്ക ബാർഡോസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആയി അധികാരമേറ്റത് സാൻഡ്ര മേസൺ. റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിച്ച ബാർബഡോസിൻ്റെ നാഷണൽ ഹീറോയായി തിരഞ്ഞെടുത്തത് റിഹാന. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 2021 എയ്ഡ്സ് ദിന പ്രമേയം എൻഡ് ഇൻഇക്വാലിറ്റീസ്, എൻഡ് എയ്ഡ്സ്. അന്താരാഷ്ട്ര നാണയനിധിയിലെ രണ്ടാമത്തെ വലിയ തസ്തികയായ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആയി നിയമിതയായ മലയാളി ഗീത ഗോപിനാഥ്. ഹോണ്ടുറാസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ഷിയോമാര കാസ്ട്രോ. ചിക്കാഗോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഫീച്ചർ ഫിലിമിന് ഉള്ള പുരസ്കാരം നേടിയത് കള. സംവിധാനം S. രോഹിത്. അടുത്തിടെ അന്തരിച്ച ചുൻ ദു ഹോൻ ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ദക്ഷിണ കൊറിയ. അടുത്തിടെ ഏത് ഇന്ത്യൻ നേതാവിനാണ് ഭൂട്ടാൻ്റെ സിവിലിയൻ അവാർഡ് ലഭിച്ചത്? നരേന്ദ്രമോദി. പ്രഖ്യാപിച്ചത് ലോട്ടെ ഷെറിംഗ്, ഭൂട്ടാൻ പ്രധാനമന്ത്രി. 2021 വിമൺ ടെന്നീസ് അസോസിയേഷൻ WTA പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയ. 2021 വിംബിൾഡൺ വനിതാ കിരീടം നേടിയത് ആഷ്ലി ബാർട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് റൂർക്കേല, ബിർസ മുണ്ട ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം. ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റിലും 50 വിജയങ്ങൾ നേടിയ ആദ്യ താരം വിരാട് കോഹ്ലി. 2021 ഡേവിഡ് കപ്പ് ടെന്നീസ് കിരീടം നേടിയത് റഷ്യ. 2021 ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് കിരീടം നേടിയത് അർജന്റീന. കേരള ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ആദ്യ അക്കാദമി സ്ഥാപിതമാകുന്നത് ഒറ്റപ്പാലം. മികച്ച വനിതാ താരമായി തിരഞ്ഞെടുത്തത് ജമൈക്കൻ എലൈൻ തോംസൺ. ലോക അത്ലറ്റിക് 2021 വിമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തത് അഞ്ജു ബോബി ജോർജ്, ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ സീനിയർ വൈസ് പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ 2021 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തത് കാർസ്റ്റൻ വാർഹോം, നോർവേ. ടോക്കിയോ ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിങ്സിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയത് കാർസ്റ്റൻ വാർഹോം, 45.94 സെക്കൻഡിൽ. അടുത്തിടെ നടന്ന BWE വേൾഡ് ടൂർ ഫൈനലിൽ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം PV സിന്ധു ഏത് മെഡൽ നേടി? വെള്ളി. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം ലയണൽ മെസ്സി. 2021 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം ലഭിച്ച വനിതാ താരം അലക്സിയ പുറ്റേലാസ്. 2021 പാരാലിമ്പിക് സ്പോർട്സ് അവാർഡുകളിൽ മികച്ച വനിതാ അരങ്ങേറ്റം നേടിയത് അവനി ലേഖര. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടി ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യൻ ഷൂട്ടർ അവനി ലേഖര. പാരാലിമ്പിക് ഗെയിംസിൻ്റെ ഒരു പതിപ്പിൽ 2 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അവനി ലേഖര. വേൾഡ് അത്ലറ്റിക്സ് 2021 മികച്ച വനിതാ താരം
എലൈൻ തോംസൺ, ജമൈക്ക. പുരുഷതാരം കാർസ്റ്റൻ വാർഹോം, നോർവേ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റും നേടുന്ന മൂന്നാമത്തെ ബൗളർ അജാസ് പട്ടേൽ, ന്യൂസിലാൻഡ്. വനിതാ ടെന്നീസ് അസോസിയേഷൻ 2021 മികച്ച താരം ആഷ്ലി ബാർട്ടി, ഓസ്ട്രേലിയ. പുതുമുഖ താരം എമ്മ റാഡുകാനു, ബ്രിട്ടൻ. 2021 ഫോർമുല 1 ലോക കിരീട ജേതാവ് മാക്സ് വെസ്റ്റപ്പൻ. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി കിരീട ജേതാക്കൾ അർജന്റീന. 2021 ജൂനിയർ പുരുഷ വേൾഡ് കപ്പ് ഹോക്കി റണ്ണേഴ്സ് അപ്പ് ജർമ്മനി. 2021 BCC സ്പോർട്സ് പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് എമ്മ റാഡുകാനു. BWF ലോക ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ താരം ശ്രീകാന്ത് കിഡംബി. നടന്നത് 2021 ഡിസംബർ 12 മുതൽ 19 വരെ സ്പെയിനിലെ ഹ്യൂൽവയിൽ. കേരള സംസ്ഥാന കായിക വകുപ്പിൻ്റെ ബാസ്കറ്റ് ബോൾ പരിശീലന പദ്ധതി ഹ്യൂപ്സ്. സംസ്ഥാന കായിക വകുപ്പിൻ്റെ ഫുട്ബോൾ പ്രതിഭകളെ സൃഷ്ടിക്കാനുള്ള പദ്ധതി കിക്ക് ഓഫ്. ഭവന രഹിതർക്ക് വീടിന് ഭൂമി കണ്ടെത്തുന്ന ലൈഫ് മിഷൻ പദ്ധതി മനസ്സോടിത്തിരി മണ്ണ്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് വീരാംഗന റാണി ലക്ഷ്മിഭായ് സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ ജനറൽ മാനേജർ ഷാജി ജനാർദ്ദനൻ. കൊച്ചി വാട്ടർ മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. ഇന്ത്യയിൽ കൗമാരക്കാർക്ക് വാക്സിനേഷൻ ആരംഭിക്കുന്നത് 2022 ജനുവരി 3. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായത് VS പഥാനിയ. ഇന്ത്യയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതിമ സ്ഥാപിച്ചത് ഗോവ. 2021 അണ്ടർ-19 ഏഷ്യ കപ്പ് കിരീടം നേടിയത് ഇന്ത്യ ശ്രീലങ്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വേദി ദുബായ്, UAE. ഏത് രാജ്യത്തിലെ പ്രവർത്തനമാണ് UN ഭക്ഷ്യ ഏജൻസി നിർത്തലാക്കിയത്? സുഡാൻ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് വലിയങ്ങാടി, കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി കേരള ഹൈക്കോർട്ട്. കേരളത്തിലെ 2 കടലാസ് രഹിത കോടതികൾ തിരുവനന്തപുരം അഡീഷണൽ CJM, കോലഞ്ചേരി മുൻസിഫ് മജിസ്ട്രേറ്റ്. ഏഷ്യൻ സുപ്രീം കോർട്ട് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള മനുഷ്യാവകാശ സംഘടന മെമ്മോറിയൽ ഇന്റർനാഷണൽ. ഇന്ത്യയുടെ റെയിൽവേ ബോർഡ് ചെയർമാൻ VK ത്രിപാഠി. കാലാവധി 2022 ജനുവരി 1 മുതൽ 2022 ജൂൺ 20 വരെ. ഫുഡ് വെയറുകളുടെ GST നിരക്ക് 12%. ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോം 5%. കിഫ്ബി, ജല അതോറിറ്റി, KSEB 18%. 2022 അന്തരിച്ച സിനിമാ സീരിയൽ നടൻ GK പിള്ളയുടെ ആദ്യ ചിത്രം സ്നേഹസീമ 1954. യഥാർത്ഥ പേര് G കേശവപിള്ള. സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈൽ വിക്ഷേപിച്ചത് റഷ്യ. ഇന്ത്യയുടെ ആഴക്കടൽ പരിവേഷണ ദൗത്യമായ സമുദ്രയാൻ പേടകം നിർമ്മിക്കുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, തുമ്പ. 2022 ജനുവരി 3 സൂര്യനോട് ഏറ്റവും അടുത്തെത്തി എന്നേക്കുമായി സൗരയൂഥം വിട്ട് പുറത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്ന ധൂമകേതു ലിയോനാർഡ്. കേരള ഹൈക്കോർട്ടിൻ്റെ ഫയലിംഗ് പേപ്പർലെസ് കോർട്ട് ഓഫീസ് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത് 2022 ജനുവരി 1. ബാർബഡോസിലെ ഇന്ത്യയുടെ പുതിയ കമ്മീഷണറായി നിയമിതനായത് S ബാലചന്ദ്രൻ. ഇന്ത്യയിലെ ആദ്യ ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചത് പൂനെ, മഹാരാഷ്ട്ര. അരുണാചൽ പ്രദേശിനെ ചൈന വിളിക്കുന്ന പേര് സഗ്ന. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.